ഹായ്, ഞാൻ വന്നേക്കുന്നതേ എൻ്റെ പ്രഗ്നൻസി ജേർണി നിങ്ങളായിട്ട് ഷെയർ ചെയ്യാനായിട്ടാണ്. ആർക്കെങ്കിലും ഇതിൽ നിന്ന് എന്തെങ്കിലും യൂസ്ഫുൾ ആയിട്ട് വന്നാലോ നോർത്തിട്ടാട്ടോ. ഫസ്റ്റ് ഓഫ് ഓൾ കൺസീവ് ചെയ്യാൻ കുറച്ച് ലേറ്റ് ആയിരുന്നു നമ്മൾ. മിസ്കാരേജസ് ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ മെൻ്റൽ ട്രോമയും നമ്മുടെ ഒരു ടിപ്പിക്കൽ ഒരു ഇമോഷൻസും എല്ലാ പീരിയഡ് സൈക്കിളിലും നമ്മൾ കടന്നു പോയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ എല്ലാം ഡ്രെയിൻ ഔട്ടായി വിഷമിച്ചു. മിസ്കാരേജസ് വരുമ്പം സോൺ ഔട്ടായി പോയിട്ടുണ്ട്. അങ്ങനെ കുറേ ട്രോമാസ് ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ കുറേ നാൾ കഴിഞ്ഞിട്ട് ഞങ്ങൾ കൺസീവ് ആയപ്പം ഭയങ്കര ഓവർ ദ മൂൺ അല്ലായിരുന്നു. കാരണം മിസ്കാരേജസ് ഉണ്ടായതുകൊണ്ട് തന്നെ ഞങ്ങൾ ഈ ന്യൂസും ഒത്തിരി കണ്ടന്റ് ആയിട്ടാണ് എടുത്തത്. നമ്മൾ ഒത്തിരി ഓവറായിട്ട് എക്സൈറ്റഡ് ആവാതെ നമ്മൾ അത് പ്രോസസ്സ് ചെയ്തത് ഭയങ്കര സ്ലോ ആയിട്ടാണ്. അങ്ങനെ പ്രഗ്നൻ്റ് ആണെന്ന് ഹോം ടെസ്റ്റിൽ അറിഞ്ഞെങ്കിൽ ഞങ്ങൾ ആരോട് ഷെയർ ചെയ്തില്ല. വി കെപ്റ്റ് ടു ourselves. ആൻഡ് ദെൻ 6 വീക്സിൽ നമ്മുടെ ഡോക്ടറിൻ്റെ അപ്പോയിൻമെൻറ്റ് ഉണ്ടായിരുന്നു. ആ അപ്പോയിൻമെൻറ്റിൽ ബേബി ഈസ് ഗുഡ് ഹാർട്ട് ബീറ്റ് ഉണ്ട്, എൻ്റെ ഹോർമോൺസ് എല്ലാം നല്ല റേറ്റിലാണ് പോകുന്നത് എന്നറിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങൾ പേരൻസിനോടും സിബ്ലിങ്സിനോടും ഷെയർ ചെയ്തു. അങ്ങനെ ഇരിക്കെ 8th വീക്കിൽ എനിക്ക് ബ്ലീഡിങ് തുടങ്ങി. അപ്പം അത് ബ്ലീഡ് ചെയ്തപ്പോൾ തന്നെ നമ്മൾ വിചാരിച്ചു ബേബി പോവാണ്, കിട്ടുന്നില്ല, ടെൻസ്ഡായി, നെക്സ്റ്റ് മിസ്കാരേജ് ആയിരിക്കുമോ എന്താണെന്നറിയത്തില്ല. ഭയങ്കരമായിട്ട് പേടിച്ച് അങ്ങനെ നമ്മൾ എമർജൻസിയിൽ പോയി. അവരൊരു 7 hours കഴിഞ്ഞിട്ടാണ് ബേബീൻ്റെ ഹാർട്ട് ബീറ്റിനെ പറ്റി എന്തെങ്കിലും ദർ ഇസ് എ ഹാർട്ട് ബീറ്റ് എന്ന് നമ്മളോട് പറയുന്നത്. 7 hours എമർജൻസി റൂമിൽ നമ്മളെ കിടത്തിയതിന് ശേഷമാണ്. അപ്പോൾ അത്രയും നേരം തിന്ന് അപ്പോൾ എനിക്ക് ആക്റ്റീവ് ബ്ലീഡിംഗ് ഉണ്ട്. അങ്ങനെ അവിടെ നിന്നും പറഞ്ഞു എനിക്ക് സബ്ക്രോണിക് ഹെമറേജ് ആണ്. സബ്ക്രോണിക് ഹെമറേജ് എന്ന് പറഞ്ഞാൽ യൂട്രസിലൊരു സാക്ക് മാതിരി വന്നിട്ട് അതിലേക്ക് ബ്ലഡ് കയറും, ബ്ലഡ് സ്റ്റോർ ആവും. അത് ഏതെങ്കിലും ഒരു സമയത്ത് ബസ്റ്റ് ആയിട്ടാണ് ബ്ലീഡിങ് സംഭവിക്കുന്നത്. സോ അത് കഴിഞ്ഞു. ഞാൻ എൻ്റെ ഗൈനക്കോളജിസ്റ്റ് ആയിട്ടുള്ള നെക്സ്റ്റ് അപ്പോയിൻമെൻറ്റിന് പോയി. അപ്പോൾ അത് പറഞ്ഞു യു ആർ ഓൾ ഗുഡ്, സബ്ക്രോണിക് ഹെമറേജ് ഇനി കാണാനില്ല, അതിൻ്റെ ഒന്നും കാണുന്നില്ല. ഒരാഴ്ച കഴിഞ്ഞിട്ടാണത്, ഒന്നും കാണുന്നില്ല. അപ്പം ഞാൻ ഓർത്തു എല്ലാം ശരിയായി, ഇനിയിപ്പോൾ എനിക്ക് പേടിക്കേണ്ട ആവശ്യമില്ല. അപ്പം ആ 10 ആഴ്ചയൊക്കെ ആയപ്പോഴത്തേക്കും ഞാൻ നല്ല കൂളായിട്ട് നടക്കുക. ആ സമയത്ത് അത് കഴിഞ്ഞ് 12th വീക്കിൽ എനിക്ക് പിന്നെയും ബ്ലീഡിങ് വന്നു. അപ്പോൾ ഒരു ബ്ലീഡിങ് കഴിഞ്ഞ് ഒന്ന് ആശ്വാസമായി. ഓക്കെ, ഇനി എന്നാൽ റെസ്റ്റ് ഒന്നും വേണ്ട, ഐ ക്യാൻ മൂവ് ഓൺ ഡു മൈ തിങ്സ് എന്ന് പറഞ്ഞ് വിചാരിച്ചിരുന്നപ്പോഴത്തേക്കും 12th വീക്കിൽ പിന്നെയും ബ്ലീഡിങ് വന്നു. അപ്പം ആണ് അറിയുന്നത് മൈ സബ്ക്രോണിക് ഹെമറേജ് റിയോക്കർ ചെയ്തേക്കുവാണ്. ആൻഡ് ദിസ് ഇസ് ഇൻ എ ബിഗർ സൈസ് ആയിട്ടാണ് വന്നേക്കുന്നത്. അപ്പം അതും ഇതുപോലെ 7 hours കഴിഞ്ഞിട്ട് ആണ് അറിയുന്നത് ബേബിയുടെ ഹാർട്ട് ബീറ്റ് ഉണ്ടെന്നും ഒക്കെ. അപ്പം നമ്മൾ അത്രയും നേരവും ഞങ്ങൾ ദൈവത്തെ വിളിച്ച് പ്രാർത്ഥിച്ച് വിഷമിച്ചിരിക്കുക. ഞാനും ഹസ്ബൻഡും കൂടെ ഇങ്ങനെ ഞങ്ങൾക്ക് എന്താ പറയേണ്ടത്, എന്താ വിചാരിക്കേണ്ടതെന്ന് പോലും അറിയത്തില്ലാത്ത കൺഫ്യൂഷനിലാണ് നമ്മൾ ഇരിക്കുന്നത്. കാരണം ബേബിയുടെ മൂവ്മെൻറ്റ്സ് ഫീൽ ചെയ്യാൻ പറ്റുന്നില്ല. അപ്പം എന്താണ് സംഭവിക്കാൻ നമുക്ക് അറിയത്തില്ലല്ലോ. അങ്ങനെ ആ 7 hours അങ്ങനെ തിന്നപ്പം പറഞ്ഞു ഹാർട്ട് ബീറ്റ് ഇസ് ദയർ, ബട്ട് യു ഹാവ് ടു ചെക്ക് വിത്ത് OB-GYN. ഇയാറാണ് എമർജൻസിയിലാണ് നമ്മൾ ഹാർട്ട് ബീറ്റ് ഉണ്ടെന്ന് മാത്രമേ അറിയത്തുള്ളൂ. അത് കഴിഞ്ഞതുപോലെ OB-GYN അടുത്ത് പോയി പറഞ്ഞു ഇത് വലിയ സാക്കാണ്, അതിലേക്ക് ബ്ലഡ് ഇപ്പോഴും വരുന്നുണ്ട്, അത് നിന്ന് കഴിഞ്ഞാൽ ബേബിൻ്റെ ഗ്രോത്ത് റെസ്ട്രിക്റ്റഡ് ആവും, അപ്പോൾ ഇത് പോകണം. അപ്പം എന്താണ് പോകാനുള്ള ഇതെന്ന് പറഞ്ഞാൽ ബ്ലീഡ് ചെയ്ത് തന്നെ അത് പോകണം, തൽക്കാലം മെഡിക്കേഷൻ ഒന്നും ഇല്ലാന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ എനിക്ക് കണ്ടിന്യൂസ് ആ ഒരു സമയത്ത് ബ്ലീഡിങ് നടക്കുവാണ്, പെയിൻഫുൾ ആണ്. സബ്ക്രോണിക് ഹെമറേജ് യൂട്രസ് ലോ സൈഡിൽ, അപ്പം നമുക്ക് നടക്കുകയോ ഇരിക്കുകയൊക്കെ ചെയ്യുമ്പോഴത്തേക്കും അതിൽ പ്ലസ് ആകുന്ന സമയത്തൊക്കെ ഭയങ്കര പെയിൻഫുൾ ആയിട്ട് വരുന്നുണ്ട്. അപ്പം അതെല്ലാം അനുഭവിച്ച് നടന്നു പോകുന്നു. ഈ സമയത്തെല്ലാം തന്നെ ഫ്രം ദ day 1 onwards ഞാൻ വൊമിറ്റ് ചെയ്യാൻ തുടങ്ങിയതാണ്. അപ്പോൾ ഈ സമയത്തെല്ലാം വൊമിറ്റിംഗ് ഉണ്ട്. അപ്പോൾ ഈ വൊമിറ്റ് ചെയ്യുമ്പോഴും ഈ പ്രഷർ കിട്ടുന്നതാണ്